നമസ്കാരം. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഈ രണ്ട് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഈ പ്രോബ്ലം സ്പെസിഫിക്കലി റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യനിൽ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. എന്താണ്? If it is not specified whether debenture are redeemed out of capital or out of profit, then it should always be supposed to be out of profit. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അതിന് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമുക്കറിയാം 100% റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റില്ല. മാക്സിമം പോയാൽ എത്രയേ പറ്റുള്ളൂ? 90% നമുക്ക് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 10% എന്തായാലും ഇതിലൂടെ ചെയ്യണം, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ പ്രോബ്ലം ആണെങ്കിലും എന്തുണ്ടാവും? പ്രോഫിറ്റിന് വരുന്ന ജേണൽ എൻട്രി അവിടെ എഴുതാനുണ്ടാവും. ഓക്കെ, അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4,011% ഡിബഞ്ചർ ഓഫ് ₹100 each on April 1st, 2016 at a discount of 5%. Redeemed at a premium of 10% in equal annual drawings in 4 years out of capital. Give journal entries both at the time of issue. നമ്മുടെ journal entries ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ സമയത്താണ്? അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ, അതുപോലെ എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡീം ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. ദെൻ നമ്മുടെ എന്താണ്? ഇഗ്നോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആൻഡ് ഇൻട്രസ്റ്റ്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും ഇൻട്രസ്റ്റിന്റെയും ട്രീറ്റ്മെന്റ് നമ്മോട് എന്താണ് ഇഗ്നോർ ചെയ്യാൻ, ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിന്ന് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നിന്നും വായിച്ചിട്ട് എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4000 ഡിബഞ്ചർ ആണ് കമ്പനി ഇതിൽ നിന്ന് റെഡീം ചെയ്യാൻ പോകുന്നത്, അല്ലെ? 4000 ഡിബഞ്ചർ ആണ് കമ്പനി റെഡീം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇഷ്യൂ നടത്തിയത് ഏത് ദിവസമാണ്? 1/4/2016 ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. 1/4/2016 4000 ഡിബഞ്ചർ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 1/4/2016 4000 ഡിബഞ്ചർ നടത്തി, ഇഷ്യൂ നടത്തി. ഓക്കെ, ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ്? 100 rupees ആണ്. ദെൻ ഇഷ്യൂ നടക്കുന്നത് എങ്ങനെയാണ്? ഇഷ്യൂ നടക്കുന്നത് അറ്റ് 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 5% ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? അതൊരു ബിസിനസ് സംബന്ധിച്ചോളം ഒരു ലോസ് ആണ്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ നടത്തുക എന്ന് പറയുന്നത് ലോസ് ആണ്. ഓക്കെ, ദെൻ എന്താണ് ക്വസ്റ്റ്യനിൽ പിന്നെ പറയുന്നത്? എന്താണ്? 4 വർഷം കൊണ്ടാണ് ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് എന്ന് പറയുന്നു, അല്ലെ? 4 വർഷം കൊണ്ട് ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആയിട്ടാണ് ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് എത്രയായിരിക്കും? ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് എത്രയായിരിക്കും എന്ന് നമുക്ക് കണ്ടെത്തണം. ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് എത്രയായിരിക്കും? കാരണം 4000 × 100 എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ 4 വർഷം കൊണ്ട് റെഡീം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വർഷം റെഡീം ചെയ്യുന്നത് എത്രയായിരിക്കും? 1 lakh rupees വിലയുള്ള ഡിബഞ്ചർ ആയിരിക്കും. ഓക്കെ, അപ്പം 4 lakh അങ്ങനെ നമ്മൾ കണ്ടെത്തും. 4 lakh ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ ഓരോ വർഷം റെഡീം ചെയ്യുന്ന എത്രയാണ്? 1 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ ആയിരിക്കും റെഡീം ചെയ്യുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? റെഡീം ചെയ്യുന്ന സമയത്ത് എന്താണ്? റിഡംഷൻ എങ്ങനെയാണ്? റിഡംഷൻ അറ്റ് പ്രീമിയം ആണ് പറഞ്ഞത്. അപ്പൊ റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുമ്പോൾ എന്താണ്? അതും നമ്മളെ സംബന്ധിച്ചോളം ഒരു ലോസ് ആണ്, അല്ലെ? റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്നതും ലോസ് ആണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ലോസ്, 2 ലോസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് ലോസ്? അത് 10% ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ എങ്ങനെ? അപ്പൊ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് മൊത്തത്തിൽ ലോസ്, ടോട്ടൽ ലോസ് എത്ര വരുന്നുണ്ട്? ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ടോട്ടൽ ലോസ് വരുന്ന എത്രയാണ്? 15%. 15% ആണ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ടോട്ടൽ ലോസ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് 15% അല്ലെങ്കിൽ എന്താണ് 15% എന്ന് പറയുമ്പോൾ റുപ്പീസിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? എത്രയായിരിക്കും? ദാറ്റ് ഈസ് എത്രയാണ്? ഇൻ റുപ്പീസ്, ഇൻ റുപ്പീസിൽ എത്രയാണ്? അത് 100ന്റെ 15% എന്ന് പറയുമ്പോൾ 15 രൂപ ഒരു പെർ ഡിബഞ്ചർ, അല്ലെ? ഒരു ഡിബഞ്ചറിന് 15 രൂപ നമുക്ക് എന്തുണ്ട്? ലോസ് ഉണ്ട്. ഓക്കെ, ഒരു ഡിബഞ്ചറിന് നമുക്ക് 15 രൂപ നമുക്ക് ലോസ് വരുന്നുണ്ട്. ക്ലിയർ? പെർ ഡിബഞ്ചർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ്? മൊത്തം ഡിബഞ്ചറിന് എത്രയായിരിക്കും? 4000 × 15, അതായത് 60,000 രൂപ ലോസ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു വർക്കിംഗ് നോട്ട് വഴി നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ ലോസ് അതുകൊണ്ട് തന്നെയാണ് എത്രയായിരിക്കും? 4000
ഇൻറ്റു 15 വിച്ച് മീൻസ് എത്രയാണ്? 4000 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60,000 രൂപ അല്ലെ? 60,000 രൂപ നമുക്ക് ടോട്ടൽ ലോസ് ഉണ്ട്. ആ 60,000-ത്തില് എന്താണ് 40,000 രൂപ എന്ന് പറയുന്നത് പ്രീമിയം വഴി ഉണ്ടായ ലോസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 60,000-ത്തില് 40,000 എന്ന് പറഞ്ഞാൽ പ്രീമിയം വഴി ഉണ്ടായിട്ടുള്ള ലോസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? 10 രൂപയാണ് എന്ത് ഒരു ഡിബഞ്ചറിന് വരുന്ന റിഡംഷൻ പ്രീമിയം എന്ന് പറയുന്നത്. കാരണം 10% എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് റിഡംഷൻ പ്രീമിയം 100 രൂപയാണ് ഡിബഞ്ചറിന്റെ വില ആകുമ്പോൾ 10 രൂപ തന്നെ ആയിരിക്കും എന്ത് 10% എന്ന് പറയുന്നത്. അപ്പോൾ 4000 ഇൻറ്റു 10 40,000 ആയിരിക്കും എന്ത് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ഓക്കെ, അതിനുശേഷം അതിനുള്ള ജേർണൽ എൻട്രീസ് നമ്മൾ എഴുതുക. പ്രധാനമായിട്ടും ജേർണൽ എൻട്രീസ് വരുന്നത് എന്തൊക്കെയാണ്? ഇനി ആദ്യം നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കി. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഷ്യൂവിന്റെ സമയത്തുള്ള ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിഡംഷന്റെ എൻട്രീസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്യൂവിന് ജേർണൽ എൻട്രി നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ വലിയ എന്താണ് പ്രയാസമൊന്നുമില്ല അല്ലെ? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ഏത് ഡേറ്റിലാണ് ഇഷ്യൂ നടക്കുന്നത്? 1/4/2016 ഇഷ്യൂ നടക്കുന്നത് അല്ലെ? ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ്. എത്രയാണ് ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷ്? കാരണം ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഒരു ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നത് 5% ഡിസ്കൗണ്ടിലാണ്. ഡിബഞ്ചറിന്റെ വില 100 രൂപയാണ് എന്ന് പറയുമ്പോൾ ആ ഡിബഞ്ചറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു ഡിബഞ്ചറിന്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് എത്ര രൂപയായിരിക്കും? 95 രൂപയായിരിക്കും. അത് 95% ആണ് എന്ത് നമുക്ക് കിട്ടുന്നത്. ഡിസ്കൗണ്ട് 5% ആണെങ്കിൽ ബാക്കി 95% നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് മൊത്തം എത്രയാണ്? മൊത്തം എത്ര ഡിബഞ്ചർ ഉണ്ട്? 4000 ഡിബഞ്ചർ ഉണ്ട് അല്ലെ? 95% എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ്? 95 റുപ്പീസ് തന്നെയാണ് അല്ലെ? കാരണം ഇവിടെ 100 രൂപയാണ് ഡിബഞ്ചറിന്റെ വില. അപ്പോൾ 4000 ഇൻറ്റു 95 രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എത്ര കിട്ടും? 3,80,000 കിട്ടും. ദെൻ നമുക്ക് പിന്നെ ടോട്ടൽ ലോസ് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? അത് 60,000 രൂപയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ വർക്കിംഗ് നോട്ടിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലോസ് എത്രയാണ്? 60,000 ആണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിയാം എന്താണ്? ഒരു ഡിബഞ്ചറിന് 5 രൂപ ഡിസ്കൗണ്ടിന്റെ പേരിൽ ലോസ് ഉണ്ട്. 10 രൂപ പ്രീമിയം ഓൺ റിഡംഷന്റെ പേരിലും ലോസ് ഉണ്ട്. അപ്പോൾ മൊത്തം 15 രൂപ ഒരു ഡിബഞ്ചറിന് ലോസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 4000 ഡിബഞ്ചറിന് വരുന്ന ലോസ് എത്രയാണ്? 4000 ഇൻറ്റു 15. നമ്മൾ ഇനി അവിടെ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ചെയ്താലും മതി. അപ്പോൾ അത് 60,000 രൂപയായി. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? 11% ഡിബഞ്ചർ അക്കൗണ്ട്. 11% ഡിബഞ്ചർ അക്കൗണ്ട് നമുക്കറിയാം എന്താണ്? എപ്പോഴും അവിടെ ഫേസ് വാല്യൂ എത്രയാണ്? ഡിബഞ്ചറിന്റെ ആക്ച്വൽ വാല്യൂ പ്രീമിയത്തിലായാലും ഡിസ്കൗണ്ടിലായാലും നമ്മൾ അവിടെ കാണിക്കുക എന്താണ്? അതിന്റെ ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂ എത്രയാണ്? 4000 ഇൻറ്റു 100 അല്ലെ? ഒരു ഡിബഞ്ചറിന്റെ വില 100 ആണ്. അപ്പോൾ 4000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 4 ലാക്ക് ആണ് അവിടെ ഫേസ് വാല്യൂ വരുന്നത് അല്ലെ? 4000 ഇൻറ്റു 100 4 ലാക്ക് വരും. ദെൻ ഇനി നോക്കി, ഇവിടെ നോക്കുന്ന സമയത്ത് ഡെബിറ്റിൽ 3,40,000 വന്നു. ക്രെഡിറ്റിൽ 4,40,000 ഡെബിറ്റിൽ വന്നു. ക്രെഡിറ്റിൽ വന്നിട്ടുള്ളത് 4 ലക്ഷമാണ്. അപ്പോൾ എന്താണ്? ഒരു 40,000 കുറവുണ്ട്. നമുക്കറിയാം ആ 40,000 എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന പ്രീമിയം ആണ്. അപ്പോൾ അതിനെ നമ്മൾ എഴുതുക ടു പ്രീമിയം റിഡംഷൻ. പ്രീമിയം റിഡംഷൻ ആണ് ആ 40,000. അതുകൊണ്ട് ആ 40,000 ലോസ് വന്നിട്ടുള്ള എന്തിന്റെ ഭാഗമായിട്ടാണ്? റിഡംഷൻ പ്രീമിയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം നോക്കുന്ന സമയത്ത് ഇപ്പൊ നോക്കിയ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി. 4,40,000 4,40,000. ഓക്കെ, അപ്പൊ എൻട്രി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ക്യാഷ് വരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ബാങ്കിന് ഡെബിറ്റ് ചെയ്തു. ലോസ് ഉള്ളത് കൊണ്ട് ലോസ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഡിസ്കൗണ്ടിന്റെ രൂപത്തിലും അതുപോലെ തന്നെ എന്താണ് റിഡംഷൻ പ്രീമിയത്തിന്റെ രൂപത്തിലും. അതുകൊണ്ടാണ് ഇവിടെ ഈ ബ്രാക്കറ്റിൽ 5+10 5 ഡിസ്കൗണ്ടിന്റെ ലോസ്, റിഡംഷൻ പ്രീമിയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ലോസ് 10 രൂപ. ഓക്കെ, അപ്പൊ 5+10 15 രൂപയാണ് ഒരു ഡിബഞ്ചറിന് വരുന്ന ലോസ്. ദെൻ 4000 ഡിബഞ്ചർ ആണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അപ്പൊ 4000 ഡിബഞ്ചർ വരുന്ന ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ 4000 ഇൻറ്റു 15 60,000. ദെൻ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് വഴിയാണ് ഈ എമൗണ്ടുകൾ എല്ലാം വരുന്നത്. അതുകൊണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെ? ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ എപ്പോഴും കാണിക്കുക ഡിബഞ്ചർ ആയാലും ഷെയർ ക്യാപിറ്റൽ ആയാലും പ്രിഫറൻസ് ഷെയർ ആയാലും ഒക്കെ എന്താണ്? അതിന് നേരെ എഴുതേണ്ടത് അതിന്റെ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് ആണ് പ്രീമിയം ആണോ ഒന്നും അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് 4000 ഇൻറ്റു 100 4 ലക്ഷം. ദെൻ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവുന്നില്ല. ടാലി ആവാത്ത എമൗണ്ട് ഒരു 40,000 രൂപയാണ്. ആ 40,000 രൂപ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. എന്താണ്? റിഡംഷൻ പ്രീമിയം നൽകുന്നത് വഴി ഉണ്ടായിട്ടുള്ള ലോസ് ആണ് ആ 40,000 രൂപ ഡിഫറൻസിന് കാരണം. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു പ്രീമിയം ഓൺ റിഡംഷൻ 40,000. ഓക്കെ, ഈ ഡേറ്റ് 1/4/2016 ആണ് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂ നടക്കുന്നത് 1/4/2016 ദെൻ അതിന്റെ നരേഷൻ ഇതെന്താണ്? ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് 5% ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് 10% പ്രീമിയം. ഓക്കെ, നരേഷൻ
എഴുതുക. എല്ലാ ജേണൽ എൻട്രീസിനും നരേഷൻ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രീസ് എഴുതാം. നമുക്ക് അറിയാം എന്താണ്, നമുക്ക് റെഡീം ചെയ്യുന്നത് 4 വർഷം കൊണ്ടാണ്. 4 വർഷം കൊണ്ടാണ് റെഡീം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇഷ്യൂ നടക്കുന്നത് 1/4/2016 അപ്പൊ ആ വർഷത്തിന്റെ എൻഡ് എന്നായിരിക്കും? 31/3/2017 ആയിരിക്കുമല്ലോ. 1/4/2016 എന്ന് പറയുന്ന വർഷത്തിന്റെ എൻഡ് 31/3/2017 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ടുമുമ്പത്തെ വർഷം ഏപ്രിൽ 30 എന്ത് ചെയ്യണം? നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15% നമ്മൾ DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റോളാണ്. അപ്പൊ നമ്മൾ ആ റോൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 30 ഡേറ്റ് എഴുതുക. ഏതാ ഡേറ്റ്? 30/4 റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15% DRI അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പം നമ്മൾ അതിനുള്ള എൻട്രി എന്താണ്? DRI അക്കൗണ്ട്, ഡിബഞ്ചർ DRI എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു അസറ്റ് ആണ്. അതുകൊണ്ട് അസറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ DRI അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 15%. അപ്പൊ നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ റെഡീം ചെയ്യുന്നത് എത്രയാണ്? ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആയിട്ട് ഓരോ വർഷം നമ്മൾ റെഡീം ചെയ്യുന്നത് 1 lakh rupees ആണ്. അപ്പോൾ 1 lakh rupeesന്റെ 15% ആയിരിക്കും ഇവിടെ വരിക അല്ലേ? അപ്പോൾ 1 lakhന്റെ 15% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 lakhന്റെ 15% എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്രയാണ്? അത് 15,000 ആണ്. ക്ലിയർ? DRI അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകും? ക്യാഷ് പോകും. ക്യാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്താ? ബാങ്ക് അല്ലേ? ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ എന്താണ്? 15,000 തന്നെ എമൗണ്ട് വരിക. എന്താ നരേഷൻ കൊടുക്കുക? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ്, DRI മെയ്ഡ് അല്ലെ? DRI ഡിബഞ്ചർ റിഡംഷൻ DRI മെയ്ഡ് at 15% of debenture redeemed in next year. അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 15% നമ്മൾ എന്ത് ചെയ്തു? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ഇനി റെഡീം ചെയ്യുന്ന വർഷം, അടുത്ത റെഡീം ചെയ്യുന്ന വർഷം എന്താണ്? 2017. അപ്പൊ ഏതാണ്? 31/3/2017 നമ്മൾ റെഡീം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 100% ഏതിലൂടെ റെഡീം ചെയ്യാൻ പറ്റില്ല? 100% നമുക്ക് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം എന്താണ്? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് മിനിമം റിഡംഷൻ എങ്ങനെ ചെയ്യണം? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് മിനിമം നമ്മൾ റിഡംഷൻ എന്താണ് 10% എങ്കിലും നമ്മൾ ഏതിലൂടെ നടത്തണം? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണം. 10% എന്തായാലും ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും DRR അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എമൗണ്ട് എത്രയാണോ ആ ഫേസ് വാല്യൂ എമൗണ്ടിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എങ്ങോട്ട് മാറ്റണം? ഏറ്റവും ആദ്യം DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ 31/3/2017 നമ്മൾ എന്ത് ചെയ്യണം? DRR അക്കൗണ്ടിലേക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും DRR അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിലൂടെ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം? DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്താ എഴുതുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് എവിടുന്നാണ് എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നല്ലേ? അപ്പോൾ നമ്മൾ എഴുതുക സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? മിനിമം ഈ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ഇവിടെ മിനിമം 10% നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പം നമ്മൾ എത്രയാണ് 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമ്മുടെ 4 ലക്ഷമാണ് മൊത്തം ഡിബഞ്ചറിന്റെ വാല്യൂ. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 40,000 രൂപ അല്ലെ? 40,000. അപ്പോൾ 40,000 എന്താണ്? ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. അതുകൊണ്ട് ആ ഔട്ട് ഓഫ് ഇതിന് എന്ത് ചെയ്യണം? 40% ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ആ ഔട്ട് ഓഫ് പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് പ്രോഫിറ്റിന്റെ ആദ്യത്തെ എൻട്രി എന്ന നിലയ്ക്ക് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് ചെയ്യണം?
DRR അക്കൗണ്ട്. DRR അതിന്റെ ഫുൾ എന്താണ്? DRRന്റെ ഫുൾ എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, DRR അക്കൗണ്ടിലേക്ക്. അപ്പൊ ഇത് ഈ എമൗണ്ട് എങ്ങനെ കിട്ടിയെന്ന് സംശയമുള്ളവർ ബ്രാക്കറ്റിൽ എഴുതുക എന്താണ്? 10% അല്ലെ, 10% മൊത്തം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ വാല്യൂ 4 lakh ആണ്. ആ 4 lakhന്റെ 10%, അറ്റ്ലീസ്റ്റ് 10% ഷുഡ് ബി അറ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ആ 10% ആണ് ഈ വന്നിട്ടുള്ള 40,000 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, 40,000 DRR അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു DRR അക്കൗണ്ട് എത്രയാ? 40,000. അവിടെ നരേഷൻ കൊടുക്കണം. നരേഷൻ എന്താ വരിക? എന്താണ്? ക്രിയേഷൻ ഓഫ് DRR, ക്രിയേഷൻ ഓഫ് DRR എത്രയാണ്? അറ്റ് 10% ഓഫ് 10% ഓഫ് ഫേസ് വാല്യൂ. 10% ഓഫ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിന്റെ എത്ര? 10% നമ്മൾ DRR ക്രിയേറ്റ് ചെയ്തു. അതിനുള്ള എൻട്രിയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ? എൻട്രി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എൻട്രി എന്താണ്? അപ്പൊ DRR ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞോ? DRR ക്രിയേറ്റ് ചെയ്യണം. DRR ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്കറിയാം, ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നത് എങ്ങനെയാണ്? അറ്റ് പ്രീമിയത്തിലാണ്. പ്രീമിയത്തിലാണ് ഡിബഞ്ചർ റിഡംഷൻ നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ആൾക്ക്, ഡിബഞ്ചർ ഹോൾഡർക്ക് പ്രീമിയത്തിൽ ആണ് റിഡംഷൻ നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഡിബഞ്ചർ ഹോൾഡർക്ക് എന്ത് ചെയ്യണം? ആ എമൗണ്ട് എന്ത് ചെയ്യണം? കൊടുക്കാനുണ്ട്. പ്രീമിയത്തിൽ റിഡീം ചെയ്യാൻ പോവുകയാണ്, കൊടുക്കുകയാണ് എന്ന് കാണിക്കാനുള്ള എന്താണ്? റിഡംഷൻ ഡ്യൂ ആക്കാനുള്ള എൻട്രി എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വർഷം റിഡീം ചെയ്യുന്നത് എത്രയാണ്? ഇതൊക്കെ സെയിം ഡേറ്റ് ആണ് കേട്ടോ, 31/3/2017 ആണ്, സെയിം ഡേറ്റ് ആണ്. അപ്പൊ ഈ വർഷം നമ്മൾ റിഡീം ചെയ്യുന്നത് എത്രയാണ്? 1,40,000 ആണ് റിഡീം ചെയ്യുന്നത്. 40,000 ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ 40,000 അല്ല ആ വർഷം നമ്മൾ റിഡീം ചെയ്യുന്നത്. ആ വർഷം റിഡീം ചെയ്യുന്നത് എത്രയാണ്? 1,00,000 രൂപയാണ്. അപ്പൊ എന്താണ്? റിഡംഷൻ ഡിബഞ്ചർ ഹോൾഡർക്ക് ഇത്ര എമൗണ്ട് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡ്യൂ ആക്കി വെക്കണം. ആ ഡ്യൂ ആക്കി വെക്കാനുള്ള എൻട്രി എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ. അപ്പൊ നമ്മൾ റെഡീം ചെയ്യുന്നത് എന്താണ്? മൊത്തത്തിൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ റെഡീം ചെയ്യുന്നത് 1 lakh rupees ആണ്. 1 lakhൽ 40,000 രൂപ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് എന്ന് മാത്രം. ഓക്കെ, അതായത് നമ്മൾ 100% നമുക്ക് എന്താണ് ഇതിലൂടെ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ വന്നു. അതുകൊണ്ടാണ് അവർ DRR ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇയാൾക്ക് കൊടുക്കണമല്ലോ. ആർക്ക് കൊടുക്കേണ്ടത്? ഡിബഞ്ചർ ഹോൾഡർക്ക് ഈ ഒരു പർട്ടിക്കുലർ 31/3/2017 നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന 1 lakh rupees കൊടുക്കാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ എൻട്രി ചെയ്യണം. 1 lakh rupees മാത്രമല്ല കൊടുക്കാനുള്ളത്. എന്താണ്? എത്ര കൊടുക്കാനുണ്ട്? 1 lakh rupees പ്ലസ് എന്താണ്? പ്രീമിയം റിഡംഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുന്നത്? 11% ഡിബഞ്ചറിനെ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യാണ് അല്ലെ. 11% ഡിബഞ്ചറിന്റെ 1,00,000 രൂപ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യാണ്. 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് ഡിബഞ്ചറിന്റെ വാല്യൂ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എത്രയാണ്. അത് അവിടെ ഫേസ് വാല്യൂ കാണിക്കുള്ളൂ അല്ലെ. 1 lakh, 1,00,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? 11% ഡിബഞ്ചറിൽ 1 lakh rupees നമ്മൾ 31/3/2017 എന്ത് ചെയ്യാണ്? റിഡീം ചെയ്യാണ്. ദെൻ അത് മാത്രമാണ് കൊടുക്കുന്നത്. അയാൾക്ക് എന്ത് കൊടുക്കുന്നു? പ്രീമിയം കൊടുക്കുന്നുണ്ട് അല്ലെ. എന്ത് ചെയ്യണം? 2. നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ നമ്മൾ എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ക്രെഡിറ്റിലെ അല്ലെ. നോക്കൂ, പ്രീമിയം റിഡംഷൻ എന്നുള്ള സംഭവം നമ്മൾ ഇവിടെ നേരത്തെ ക്രെഡിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്രയുണ്ടത്? അത് 40,000 രൂപയുണ്ട് പ്രീമിയം റിഡംഷൻ. അതിലൊരു 10,000 നമ്മൾ ഇപ്പോൾ കൊടുക്കും. പ്രീമിയം റിഡംഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 40,000. ആ 40,000 എന്ത് ചെയ്യുന്നു? ഒരു 10,000 ഇപ്പോൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്ത്? പ്രീമിയം ഓൺ റിഡംഷൻ, സോറി 2 അല്ല, പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം റിഡംഷനും ഉണ്ട് അല്ലെ. റിഡംഷൻ സമയത്ത് കൊടുക്കുന്ന പ്രീമിയം കൂടി കൂട്ടിയിട്ടാണ് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നത്. എത്രയാണത്? 10,000. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ഡിബഞ്ചർ ഹോൾഡർക്ക് എത്ര കൊടുക്കുന്നുണ്ട്? മൊത്തത്തിൽ കൊടുക്കുന്ന എത്രയാണ്? 10,000 രൂപയാണ്. ഓക്കെ, ടു ആർക്കാ കൊടുക്കുന്നത്? ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. ഓക്കെ, ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡർക്ക് മൊത്തത്തിൽ എത്ര കിട്ടി? 1,10,000 കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ,
അപ്പൊ ഇതിന്റെ നരേഷൻ എന്താ ഇതാ റിഡംഷൻ ഡ്യൂ അല്ലെ, അല്ലെങ്കിൽ എന്താണ് എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ, റിഡംഷന് വേണ്ടി ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പൊ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു എമൗണ്ട് എഴുതി വെച്ചു. ഓക്കെ, റിഡംഷൻ ഡ്യൂ. അപ്പോൾ 1,10,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചു. കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതിയോ? അത് കൊടുക്കണം. അപ്പൊ ഇനി അടുത്ത എൻട്രി എന്താണ്? ഇതേ ഡേറ്റിന് തന്നെയാണ് കേട്ടോ, 31/3/2017 നമ്മൾ എന്ത് ചെയ്യണം? ഇനി അത് കൊടുക്കണം. കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? ആർക്ക് കൊടുക്കുന്നത്? ഡിബഞ്ചർ ഹോൾഡർക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡർ, നേരത്തെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി കൊടുക്കുന്ന സമയത്ത് ആ ഡിബഞ്ചർ ഹോൾഡർ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് കൊടുക്കുന്നത്? കൊടുക്കാനുള്ള എത്രയാണ്? 1,10,000 ആണ്. 1,10,000 ടു കൊടുക്കുമ്പോൾ എന്താണ്? ടു എന്ത് ചെയ്യണം? ബാങ്ക് അല്ലെ, ടു ബാങ്ക് അക്കൗണ്ട്, ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ അത് കൊടുത്തു. എത്ര കൊടുത്തു? 1,10,000 കൊടുത്തു. ക്ലിയർ? 1,10,000 കൊടുത്തു. അപ്പൊ ഈ ഇത്രയും എൻട്രീസ് എല്ലാം വരുന്നത് ഏത് ഡേറ്റിനാണ്? 31/3/2017. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എന്താ എൻട്രി വരിക? ഇവിടെ പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ അല്ലെ, പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ, പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ എന്നുള്ള എൻട്രി വരും. ക്ലിയർ? പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ, ഇതാണ് ഇവിടെ എൻട്രി വരിക. ക്ലിയർ ആണല്ലോ? ഡേറ്റ് സെയിം ഏതാണ്? 31/3/2017. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിഡംഷൻ നടന്നു. മൊത്തത്തിൽ എത്ര റിഡംഷൻ നടത്തണം? 4 റിഡംഷൻ നടത്തണം. ക്ലിയർ? ഇനി അടുത്ത റിഡംഷന്റെ ഡേറ്റിന് സമയത്ത് വീണ്ടും എന്ത് ചെയ്യണം? റിഡംഷൻ ഡ്യൂ ആക്കണം. അപ്പൊ വീണ്ടും അടുത്ത റിഡംഷന്റെ സമയത്ത് ഇനി DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഈ പ്രോബ്ലം റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ DRR ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി ചെയ്താലുള്ള കാരണം എന്താണ്? 10% നമ്മൾ നിർബന്ധമായിട്ടും ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് DRR ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻട്രി നമ്മൾ എഴുതിയത്. ക്ലിയർ? അതുകൊണ്ട് എല്ലാ വർഷവും DRR ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി എഴുതേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എല്ലാ വർഷവും DRI ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്ത വർഷം ഇതേപോലെ അടുത്ത വർഷം ലാസ്റ്റ് എന്ന് പറഞ്ഞതാണ് 31/3/2018 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? റിഡംഷൻ ഡ്യൂ ആക്കണം. ആ വീണ്ടും റിഡംഷൻ ഡ്യൂ ആക്കാൻ എൻട്രിക്ക് മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല, സെയിം എൻട്രി തന്നെ അല്ലെ. എന്താ എൻട്രി? ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഈ എൻട്രി തന്നെ. എന്താണ്? 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അല്ലെ. സെയിം എൻട്രി തന്നെ വരും. എന്താ എൻട്രി ചെയ്താൽ? 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 31/3/2017 ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ആ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 1,00,000 രൂപ നമ്മൾ റെഡീം ചെയ്ത് കളയാണ്. ദെൻ ആ റെഡീം ചെയ്യുന്ന സമയത്ത് ആ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീമിയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 60,000 രൂപ, സോറി 40,000 രൂപ നമ്മൾ പ്രീമിയം എന്താണ് ഓപ്പൺ ചെയ്ത്, റിഡംഷൻ പ്രീമിയം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് 40,000 രൂപ. ആ 40,000 രൂപയിൽ ഒരു 10,000 കഴിഞ്ഞ വർഷം കൊടുത്തു, അടുത്ത 10,000 ഈ വർഷം കൊടുക്കുന്നു. അപ്പൊ ഇനി 20,000 രൂപ ആണ് എവിടെ ഉണ്ടാവുക? റിഡംഷൻ പ്രീമിയത്തിൽ ഉണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് 1,10,000. വീണ്ടും എന്ത് ചെയ്യണം? ഈ സെയിം ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് റിഡംഷൻ ഡ്യൂ ആക്കി വെച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിന്റെ പേയ്മെന്റ് എൻട്രി എഴുതണം അല്ലെ. പേയ്മെന്റ് എൻട്രിയിൽ മാറ്റമുണ്ടോ? ഇല്ല. പേയ്മെന്റ് എൻട്രിയിലും മാറ്റമില്ല, സെയിം എൻട്രി ഇവിടെ ആവർത്തിക്കുന്നു. ഓക്കെ, ഡേറ്റിന് മാറ്റമുണ്ടോ? ഡേറ്റ് അതേ വർഷം. ഏതാ വർഷം? 31/3/2018. 31/3/2018 സെയിം എൻട്രി അവിടെ വരുന്നു അല്ലെ. എന്താ എൻട്രി? ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക്. അപ്പൊ ഇപ്പൊ രണ്ടാമത്തെ ഇയറിലെ എന്ത് ചെയ്തു? പേയ്മെന്റ് നടത്തി കഴിഞ്ഞു അല്ലെ. സെക്കൻഡ് ഇയറിലെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. നമുക്ക് മൊത്തത്തിൽ 4 ഇയറിൽ ഉള്ളൂടെയാണ് നമ്മൾ ഇവിടെ റിഡംഷൻ നടത്തുന്നത്. ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, അങ്ങനെ ഓരോ വർഷവും 1 lakh വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റിഡംഷൻ നടത്തുന്നത്. അപ്പൊ ഒന്നാമത്തെ വർഷത്തെ പേയ്മെന്റ് കഴിഞ്ഞു, രണ്ടാമത്തെ വർഷത്തെയും റിഡംഷൻ കഴിഞ്ഞു. ഇനി തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഏതാണ്? 31/3/2019. 31/3/2019 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കാനുണ്ട്. എത്രയാ? 1,10,000 രൂപ ഡിബഞ്ചർ ഹോൾഡർക്ക് പ്രീമിയം അടക്കം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി ചെയ്തു. എന്താണ്? 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1 lakh. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ അതിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്.
എത്രയാണ്? 1,10,10,000 കൊടുക്കാനുണ്ട്. ഇപ്പൊ ഡിബഞ്ചർ ഹോൾഡർക്ക് പ്രീമിയത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് റിഡംഷന്റെ ഭാഗമായിട്ട് പ്രീമിയത്തിന്റെ ഭാഗമായിട്ടും ഡിബഞ്ചറിന്റെ ഭാഗമായിട്ട് മൊത്തം ഡിബഞ്ചർ ഹോൾഡർക്ക് 1,10,10,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു. ഏത് 31/3/2003 ആനുവൽ ഡ്രോയിങ് ആണിത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആനുവൽ ഡ്രോയിങ്സും കൂടി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നരേഷിന് അറിയാമെന്ന് വിചാരിക്കുന്നു. നരേഷൻ എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ ഡ്യൂ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത എന്താണ് ഇതേ അടുത്ത പേയ്മെന്റ്, അതായത് മൂന്നാമത്തെ വർഷത്തെ പേയ്മെന്റ് കാണിക്കണം. മൂന്നാമത്തെ വർഷത്തെ പേയ്മെന്റ് ഏത് വർഷവും പേയ്മെന്റ്, ഈ രണ്ട് എൻട്രി നമ്മളെ സംബന്ധിച്ചുള്ള കോമൺ ആണ്, നമുക്ക് അറിയാം അല്ലേ? എന്താണ് എൻട്രി? റിഡംഷൻ അല്ലെ പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ. ഡേറ്റ് എന്താണ്? സെയിം ഡേറ്റ് 31/3/2019. അപ്പൊ മൂന്നാമത്തെ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആണ് നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നാലാമത്തെ ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അപ്പോൾ പേയ്മെന്റ് എത്രയാണ് നടത്തിയത്? പേയ്മെന്റ് നടത്തിയത് 1,10,10,000 ആണല്ലോ. 1,10,10,000. ഇപ്പൊ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു 1,10,000. ഇനി നാലാമത്തെ വർഷമാകുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നാമത്തെ വർഷം, അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താണ്? DRI 30/4/2016 നമ്മൾ ഒരു DRI അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ DRI അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഏറ്റവും അവസാനം ലാസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിയലൈസ് ചെയ്യാണ്. അതായത് നമ്മൾ ഇതോടുകൂടി നമ്മുടെ റിഡംഷൻ തീരാണ്. അതുകൊണ്ട് നമ്മൾ ആ ലാസ്റ്റ് ഇയറിൽ ഈ DRI അക്കൗണ്ടിന് എന്ത് ചെയ്യണം? വിറ്റ് ക്യാഷ് ആക്കുകയാണ്. ക്ലിയർ? ആ വിറ്റ് ക്യാഷ് ആക്കുന്ന സമയത്ത് നേരെ ഇവിടെ വിറ്റ് ക്യാഷ് ആക്കുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നില്ല. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ ഈ ഒരു അക്കൗണ്ട്, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏതാ ലാസ്റ്റ് ഇയർ? അതുകൂടി അത് ആദ്യം പറയൂ. ലാസ്റ്റ് ഇയർ ഏതാണ്? ലാസ്റ്റ് ഇയർ ഇപ്പൊ 31/3/2019 അല്ലേ മൂന്നാമത്തെ വർഷം. നാലാമത്തെ വർഷമാണ് നമ്മുടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും ഡേറ്റ്? 31/3/2020 ആയിരിക്കും അല്ലെ? 31/3/2020. അപ്പൊ ഈ 31/3/2020 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിനെ എന്ത് ചെയ്യണം? നമ്മൾ വിറ്റ് ക്യാഷ് ആക്കണം, റിയലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് അതിന് ആ വർഷം വിറ്റ് ക്യാഷ് ആക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷത്തോടു കൂടി നമ്മുടെ മൊത്തം ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യണം? റെഡീം ചെയ്ത് തീരുകയാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ വിറ്റ് ക്യാഷ് ആക്കുകയാണ്. അപ്പൊ ഇവിടെ വിൽക്കുന്ന സമയത്ത് ഇത്ര രൂപ കിട്ടി അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ വിൽക്കുന്ന സമയത്ത് ലാഭം ഉണ്ടാകാം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിപ്പോ അത് ഇവിടെ എത്രയാണ് കാണിക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പൊ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇപ്പൊ തൽക്കാലം നമ്മൾ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അത്രയും എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടി എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അത് നേരെ ഓപ്പോസിറ്റ് എൻട്രി ചെയ്തുക. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ DRI അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് എഴുതിയെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു DRI. അതായത് നമുക്ക് ക്യാഷ് വന്നു, DRI വിറ്റതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്യാഷ് കിട്ടി എന്നായിരിക്കും ആ എൻട്രി. ഓക്കെ, അപ്പൊ എന്താ എൻട്രി വരിക? DRI അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു DRI എന്ന് വരും. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു DRI. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലുള്ള ആ എമൗണ്ട് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇത്ര രൂപ കിട്ടി എന്ന് കാണിക്കാനുള്ള എൻട്രി ആണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു DRI എത്രയാണ്? അത് 15,000 രൂപ അല്ലെ? കാരണം ഇവിടെ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ സെയിം എമൗണ്ട് നമുക്ക് കിട്ടി എന്ന് നമുക്ക് കരുതാം. ഓക്കെ, അപ്പൊ എന്താ നരേഷൻ കൊടുക്കുക? നരേഷൻ കൊടുക്കേണ്ടത് എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിന് DRI എൻകാഷ്ഡ് എന്ന് കൊടുക്കുക. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തു? എൻകാഷ് ചെയ്തു, ക്യാഷ് ആക്കി മാറ്റി അല്ലെ? DRI എൻകാഷ്ഡ് എന്നുള്ള നരേഷൻ, ആ ഒരു നരേഷൻ കൊടുക്കുക. ഓക്കെ, അതായത് DRI എന്ത് ചെയ്തു? ക്യാഷ് ആക്കി മാറ്റി. യെസ്, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക? ഏറ്റവും ഇത് ക്ലോസ് ചെയ്യാനുള്ള അക്കൗണ്ട് ആയിരുന്നു, അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇനി ക്ലോസ് ചെയ്യാൻ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കാൻ ആർക്ക്? ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കണമല്ലോ. 31/3/2020 ഡിബഞ്ചർ ഹോൾഡർക്ക് ഈ ലാസ്റ്റ് ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണമല്ലോ. അപ്പൊ അത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എൻട്രി ചെയ്താം. അതായത് റിഡംഷൻ ഡ്യൂ ആക്കാനുള്ള എൻട്രി ചെയ്താം. സെയിം ഡേറ്റിന് 31/3/2020 എന്താ എൻട്രി ചെയ്തുക?
ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ, പിന്നെ എന്താണ് പ്രീമിയത്തിലല്ലേ കൊടുക്കുന്നത്, അപ്പോൾ എന്താണ് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാ കൊടുക്കുന്നത്, ഡിബഞ്ചർ ഹോൾഡർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. അപ്പൊ എന്താ റിഡംഷൻ ഡ്യൂ അക്കൗണ്ട് എൻട്രി, പ്രീമിയത്തിൽ റിഡംഷൻ ഡ്യൂ അക്കൗണ്ട് എൻട്രി എന്താണ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ആ എൻട്രി വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് നാലാമത്തെ ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് ആണ് എന്ന് ഓർമ്മയുണ്ടാവണം. ഓക്കെ, ദെൻ അപ്പൊ എഴുതുക എന്താണ് 31/3/2020 നമ്മൾ ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ അക്കൗണ്ട് എൻട്രി ചെയ്തിരുന്നു. എന്താണ് 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. എത്രയാണ് മൊത്തം 1,10,000. അത് മതിയോ? കൊടുക്കാനുണ്ടെന്ന് എഴുതി വെച്ചാൽ മതിയോ? കൊടുക്കാനുണ്ടെന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, എമൗണ്ട് അവർക്ക് കൊടുക്കുകയും വേണം. അപ്പൊ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അറ്റ് ബാങ്ക് അല്ലെ, അത് കോമൺ എൻട്രീസ് ആണ് ഇതെല്ലാം. അപ്പോൾ ആ എൻട്രി അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ റിഡംഷനുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് എൻട്രി എന്താണ്, നമ്മൾ ഡ്യൂ ആക്കി വെച്ചത് ഇനി പേയ്മെന്റ് നടത്തണം. അപ്പൊ പേയ്മെന്റ് നടത്തുമ്പോൾ വരുന്ന എൻട്രി എന്താണ്, നമുക്കറിയാം അല്ലെ, ആർക്കാ ക്യാഷ് കൊടുക്കുന്നത്, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അല്ലെ. അപ്പൊ എന്താ എൻട്രി വരിക, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെ. ഏത് ഡേറ്റ്, സെയിം ഡേറ്റ് 31/3/2020. 31/3/2020 എന്താ വരിക, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ എൻട്രി എഴുതുന്നു. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ. നേരത്തെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആ എമൗണ്ട് കൊടുത്തു എന്ന് കാണിക്കാനുള്ള എൻട്രി. ഓക്കെ, ഇപ്പൊ ഏകദേശം എന്താണ് മൊത്തം ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് അടക്കം ഇപ്പൊ എല്ലാം തീർന്നു. ഓക്കെ, ഇനി ഇങ്ങനെ മേലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മളൊരു DRR അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 40,000 രൂപയുണ്ട്. ഈ 40,000 രൂപയെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് പ്രോഫിറ്റ് എടുത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞത്, എല്ലാ എൻട്രീസും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസിൽ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യണം, നമ്മൾ DRR അക്കൗണ്ടിനെ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു പ്രോബ്ലം ഔട്ട് ഓഫ് ക്യാപിറ്റലാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്, ഞാൻ അപ്പോഴേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ പ്രോബ്ലത്തിലും ഒരു 10% ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു എൻട്രി എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെ വരും. DRIന്റെ എൻട്രിയും അതുപോലെ തന്നെ DRRന്റെ എൻട്രീസും എന്തായാലും ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിലായാലും വരും. ഓക്കെ, എമൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഔട്ട് ഓഫ് പ്രോഫിറ്റ് മാത്രം ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷെ ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ പ്രോബ്ലം ആകുമ്പോൾ എന്താണ്, DRRലും DRIയിലൊക്കെ വരുന്ന ചെറിയ എമൗണ്ട് ആയിരിക്കും എന്നുള്ള വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ DRRനെ നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പൊ DRR ഇപ്പോൾ ഓൾറെഡി എവിടെ കിടക്കുന്നത്, ക്രെഡിറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ ക്ലോസ് ചെയ്യുമ്പോൾ അതിന് ഡെബിറ്റിലേക്ക് വരും. അപ്പൊ എന്താ വരിക, DRR അക്കൗണ്ട് ഡെറ്റർ, DRR അക്കൗണ്ട് ഡെറ്റർ. DRR അക്കൗണ്ടിൽ ഇപ്പൊ എത്രയുണ്ട്, ഒരു 40,000 ഉണ്ട്. അതിന് 10% ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇവിടെ ചെയ്യുന്നത്. DRR അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഏറ്റവും ഒടുവിൽ ടു ജനറൽ റിസർവ് അല്ലെ, ടു ജനറൽ റിസർവ്, ടു ജനറൽ റിസർവ്. എത്രയാണ്, 40,000. ഓക്കെ, ഇത് ഏറ്റവും ഒടുവിൽ എഴുതേണ്ട എൻട്രി ആണ്. ക്ലിയർ. അപ്പോൾ ഇത് ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കുക. ഈ ഒരു ഇതെന്താണ്, ഏത് കേസാണ്, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ കേസ് വരുന്ന പ്രോബ്ലമാണ്. പക്ഷെ ഇവിടെ ഔട്ട് ഓഫ് പ്രോഫിറ്റിന്റെ എൻട്രിയും വന്നു. എന്തുകൊണ്ടാണ്, നമ്മുടെ നിയമപ്രകാരം റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. അതുകൊണ്ട് ആ എൻട്രിയും കൂടി നമുക്ക് ഇവിടെ വന്നു. ക്ലിയർ ആണല്ലോ. ഈ ഇതെന്താ പറയാ, DRR അക്കൗണ്ട് നരേഷൻ എന്താ കൊടുക്കുക, DRR അക്കൗണ്ട് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. DRR അക്കൗണ്ട് ക്ലോസ്ഡ്. DRR അക്കൗണ്ട് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ക്ലോസ്ഡ് എങ്ങനെ ക്ലോസ് ചെയ്ത്, ബൈ ട്രാൻസ്ഫറിങ് ടു എങ്ങോട്ട്, ജനറൽ റിസർവ്, GR ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് DRR അക്കൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, വളരെ ചെറിയ ക്വസ്റ്റ്യൻ അല്ലെ, വെറും 2 ലൈനുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. നമുക്ക് ഇതിനകത്ത് എത്ര എൻട്രീസ് വന്നു. അപ്പം ഈ ഡിബഞ്ചറുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക. ചെറിയ 2 ലൈനോ 3 ലൈനോ ഒക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം 4-5 ലൈനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് തരിക. പക്ഷെ അതിനകത്ത് ചെയ്തു വരുമ്പോൾ, പ്രോബ്ലം ആയിട്ട് ആൻസർ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യാൻ ഉണ്ടാകും.
ഓക്കെ, ഈ പ്രോബ്ലം ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ പ്രോബ്ലമാണ്. അത് പക്ഷേ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് വരുന്ന എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം 4 വർഷവും നമുക്ക് സെയിം എൻട്രി ഇവിടെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ എന്താണ്, ഇവിടെ ഒരു 10% നമുക്ക് നിർബന്ധമായിട്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിന് ജേണൽ എൻട്രീസും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാം രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിന്റെയും ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്വസ്റ്റ്യൻ വായിച്ചെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യം ഉണ്ടാകുന്നത്. ആ ഒരു സ്കിൽ നമ്മൾ നേടിയെടുക്കാൻ എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. കേട്ട് പഠിക്കുക മാത്രമല്ല വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഈ പ്രോബ്ലം വീണ്ടും നിങ്ങൾ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ സഹായത്തോടു കൂടി ഒന്നും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ മൊത്തത്തിൽ 4 വർഷത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ട് റിഡംഷൻ ഡ്യൂ ആക്കുന്ന എൻട്രി, റിഡംഷൻ പേയ്മെന്റ് എൻട്രി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലായാലും റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിലായാലും ഇനി പഠിക്കാൻ പോകുന്ന മെത്തഡുകളായാലും അവിടെയെല്ലാം ഈ റിഡംഷൻ ഡ്യൂ ആൻഡ് പേയ്മെന്റ് എൻട്രി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡ്യൂ ആൻഡ് പേയ്മെന്റ് എൻട്രി നമ്മൾ കോമൺ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഈ റിഡംഷന്റെ കേസിൽ ഏറ്റവും അവസാനം ആ എൻട്രി എന്തായാലും നമുക്ക് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് വരിക. നമുക്ക് അടുത്ത ദിവസം നമുക്ക് വേറൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഗ്രൂപ്പുകളിൽ ചോദിക്കുക കേട്ടോ. ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.